അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത്തരം ലിബറൽ ബുദ്ധിജീവികളുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് വിക്ടിംസിൻ്റെ കൂടെ മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ എന്ന്. സവാദ് വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബസ്സിൽ യാത്ര ചെയ്തിരുന്ന മസ്താനി എന്ന സ്ത്രീക്ക് നേരെ ലൈംഗിക അധിക്ഷേപം നടത്തിയ വ്യക്തി. ആ ഒരു വിഷയം വന്നപ്പോൾ ആളുകൾ പ്രതികരിച്ച ഒരു രീതി നമുക്ക് ഓർമ്മയുണ്ട്. സവാദ് ചെയ്തത് മോശമാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ മസ്താനി എന്ന സ്ത്രീ അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ന്യൂഡായിട്ടുള്ളതും അല്ലെങ്കിൽ ന്യൂഡിറ്റിയും സ്കിൻ എക്സ്പോഷറും ഒക്കെ കാണിക്കുന്ന സ്ത്രീയാണ്. അവൾ ഇത് പറയുന്നതിൽ ന്യായമില്ല. അവളെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടോ അവളെ ഒരു വലിയ സംഭവമായിട്ടോ ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല എന്നായിരുന്നു ഈ ആങ്ങളമാർ അന്ന് നടത്തിയ ക്ലാസ്സിൽ. കാരണം ഈ വിമർശനം ഉന്നയിച്ചവരുടെ മനസ്സിൽ ഒരു പെർഫെക്റ്റ് സ്ത്രീ ഉണ്ട്, അടങ്ങി ഒതുങ്ങി സ്കിൻ എക്സ്പോഷറൊന്നും ഇല്ലാത്ത, ആണുങ്ങളെ നോക്കുമ്പോൾ തലകുനിച്ച് കാലുകൊണ്ട് കളം വരയ്ക്കുന്ന ഒരു നാണം കുണുങ്ങിയായ സ്ത്രീ. അത്തരം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അധിക്ഷേപങ്ങൾ മാത്രമേ നമ്മൾ പ്രതികരിക്കേണ്ടതുള്ളൂ എന്നായിരുന്നു അവരുടെ ഒരു ചിന്താരീതി. അത്തരം ആങ്ങളമാരുടെ പ്രശ്നം അവരുടെ മനസ്സിൽ ഉള്ള ഒരു പെർഫെക്റ്റ് സ്ത്രീ സങ്കല്പമുണ്ട്. അതിന് യോജിക്കാത്ത സ്ത്രീകളോട് അവർ ഐക്യപ്പെടില്ല. മല്ലു അനലിസ്റ്റ് ഇവിടെ നടത്തുന്നത് ഇങ്ങനെ ഒരു ലിബറൽ ആങ്ങളയുടെ ക്ലാസ്സാണ്. സവാദിനെ പോലുള്ള ഇൻഡിവിജ്വൽ വിഷയങ്ങൾ വരുമ്പോൾ മല്ലു അനലിസ്റ്റിന് കറക്റ്റ് സ്റ്റാൻഡ് എന്താണെന്നറിയാം. വിക്ടിമിൻ്റെ കൂടെ നിൽക്കുക, വിക്ടിമിനോട് ഐക്യപ്പെടുക എന്നത്. പക്ഷേ ഒരു ഇമ്പീരിയൽ രാഷ്ട്രം ഇൻ്റർവെൻഷൻ നടത്തുമ്പോൾ മല്ലു അനലിസ്റ്റിന് ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നിങ്ങൾ പറയുന്ന സാമ്രാജ്യത്വമൊക്കെ മോശമാണ്, പക്ഷേ ഖമേനിയുടെ സിസ്റ്റം പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് നിൽക്കാൻ പറ്റത്തില്ല. ഡിറ്റക്റ്റീവ് തന്നെ ചെയ്ത വിക്ടിം ബ്ലെയിമിംഗ് എന്നുള്ള വീഡിയോ മല്ലു അനലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഇത്തരം മണ്ടത്തരങ്ങൾ അദ്ദേഹം പറയില്ലായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടുത്തെ ചോദ്യം, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇവിടെ ബിഗ്ഗർ എനിമി എന്താണ്? ഇമ്പീരിയലിസം ആണോ അതോ ഒരു ഒപ്രസീവ് റെജീമാണോ? ഇവിടെ ഒരു ഒപ്രസീവ് ആയിട്ടുള്ളൊരു റെജീമും ഇമ്പീരിയലിസവും തുല്യ ശക്തികളാണെന്നും തുല്യമായിട്ട് നമ്മൾ കാണേണ്ട ഒന്നാണ് എന്ന ഒരു പ്രതീതിയാണ് ഇവിടെ മല്ലു അനലിസ്റ്റ് വയ്ക്കുന്നത്. പക്ഷെ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സ് വരുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം പോട്ടെ, സ്ത്രീകൾ തന്നെ അവിടെ ഇല്ലാതാവുകയാണ്. ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അമേരിക്ക, ഇവിടെയൊക്കെയുള്ള തദ്ദേശീയ ജനതയ്ക്ക് എന്ത് പറ്റി? ഇവിടെ ഈ ജനത തന്നെ ഇല്ലാതായി. പക്ഷേ ഈ ജനതയോടൊക്കെ ചെയ്തത് ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് മല്ലു അനലിസ്റ്റ് അംഗീകരിക്കും. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് വിക്ടിംസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ചരിത്രത്തിൽ ഈ തദ്ദേശീയ ജനതയ്ക്കെതിരെ യൂറോപ്യൻസ് നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ ഈ തദ്ദേശീയ ജനതയും ഇംപെർഫെക്റ്റ് ആയിരുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാവുന്നില്ല. നിങ്ങൾ ഈ റെഡ് ഇന്ത്യൻസിനെയും ആസ്ടെക്സിനെയും മറ്റ് രാജ്യങ്ങളുള്ള തദ്ദേശീയ ജനത എടുത്താലും അവയെല്ലാം ഇംപെർഫെക്റ്റ് ആയിരുന്നു. അവിടെയെല്ലാം ഹ്യൂമൻ റൈറ്റ് വയലേഷൻസും സ്ത്രീ വിരുദ്ധതയും ചൈൽഡ് അബ്യൂസും ഒക്കെ നടന്നിരുന്നു. പക്ഷേ ഇമ്പീരിയലിസം ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുത്തോ? ഇല്ല. ഈ ജനത തന്നെ ഇല്ലാതാക്കുകയാണ് ഇമ്പീരിയലിസം ചെയ്തത്. ഒരു ഒപ്രസീവ് റെജിമിനെക്കാട്ടിലും ഇമ്പീരിയലിസമാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് എതിരെ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ഫെമിനിസം ഒന്നും പഠിക്കേണ്ട, കോമൺ സെൻസ്